ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പുതിയ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ഫോട്ടോഷൂട്ടിന് പോകുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ധാവണിയെല്ലാം എടുത്തിട്ട് ചെറിയ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഇതാ ഈ ഒരു വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായത്. ഇത് ജയേച്ചീൻ്റെ വീടാണ് കേട്ടോ, എൻ്റെ ഒരു ഏച്ചീൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ ഈ വീടാണ് പെട്ടെന്ന് ആദ്യം തന്നെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ജയേച്ചീനെ കോൺടാക്ട് ചെയ്ത് ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പം നമുക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമെല്ലാം വരുമല്ലേ. അങ്ങനെ മാറി താമസിച്ചൊരു ഫാമിലിയാണ് കേട്ടോ, നമ്മളെ കൂടെ ഉണ്ടായവരാണ്. ആ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ജയേച്ചിയും ഫാമിലിയും. ഞാനും ജയേച്ചീൻ്റെ അടുത്തിൽ എപ്പോൾ അടിയാണ്. ഞാൻ എൻ്റെ 5 വിരലോളം പുറത്തുണ്ടാവും. അയ്യോ എന്തൊരു രസമാണെന്നറിയാം ആ ഒരു കാലഘട്ടം. അന്നേരം അത് ഭയങ്കര സീനുള്ള സമയമാണ്. പക്ഷേ എങ്കിൽ അതിലിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ചിരിയും വരുന്നു, സങ്കടവും വരുന്നു. അവരെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് ചെറുതല്ലേ, അങ്ങനെ ആ ഒരു വേദന നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ വലുതാകും തോറുമാണ് അവർ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് നമ്മളിങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടേയിരുന്നത്. എൻ്റെ അനിയത്തി അധികം ഓണം, വിഷു ആ ഒരു സമയം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കലുണ്ട്. അനിയത്തീൻ്റെ ഹസ്ബൻഡിൻ്റെ പാഷനാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അവനങ്ങനെ ഫോട്ടോസെല്ലാം എടുക്കും. ഞാൻ തെയ്യത്തിൻ്റെത്, പക്ഷികളത്, അങ്ങനെ. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് അങ്ങനെ നമ്മളെ കൂടെ വന്നതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഒരു ഫോട്ടോസ് എടുക്കുമ്പോൾ എന്നെ വിളിക്കലുണ്ടായി. പക്ഷേ എങ്കിൽ ഞാൻ ഭയങ്കര മടിയിൽ കൂടത്തിലാണ്, ഇതിനൊന്നും അങ്ങനെ മെനക്കെടയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇവളെന്നെ എനിക്ക് മറ്റേ ധാവണി സെറ്റ് എടുത്ത് തന്നെല്ലാം ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവളെന്നെ എനിക്ക് കൊണ്ടുത്തന്നിട്ട് പറഞ്ഞാൽ നീ വരില്ല എന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവളെ കൂടെ വന്നതാണ് കേട്ടോ. അവളെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുണ്ട്, പിന്നെ ദേവൂട്ടനുണ്ട്, പിന്നെ അവളെ മോളുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാനിത് മറ്റേ ഓൺലൈനിൽ വാങ്ങിയ ആ ഒരു പൂവാണ്. അങ്ങനെ കുറച്ച് നല്ല നല്ല ഫോട്ടോസെല്ലാം കിട്ടിയേ. ഇന്നിപ്പോൾ ഇവിടെ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ട് സൺഡേ മാത്രമേ ഓഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പം ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ച വീടിൻ്റെ കുറച്ച് വീഡിയോസെല്ലാം എടുക്കാമെന്ന്. നല്ല അടിപൊളിയിലെല്ലാം എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. എന്നാലും ഞാൻ വേറൊരു ദിവസം വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ചെറിയ ഹോളാണ്, ചെറുത് നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു ഹോളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ കൂടലിന് വന്നതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പം നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം. ഇത് എനിക്ക് തോന്നുന്നു അവരെ ബെഡ്റൂമാണെന്നാണ് തോന്നുന്നത്.
ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചതാ പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിന്. ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.